2024 ജൂൺ 25-ാം തീയതി പെയ്ത കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ലക്ഷം നഗറിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും തുടർന്ന് ഈ മേഖലകളിലെ അപകട സാധ്യതയുള്ള കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. മഴ മാറിയ ശേഷം കുടുംബങ്ങളെ ക്യാമ്പിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയപ്പോൾ തങ്ങൾക്ക് സ്ഥിരമായി ഒരു പുനരധിവാസം ഉറപ്പാക്കാതെ മാറില്ലെന്ന നിലപാടിൽ പ്രതിഷേധവുമായി മൂന്നാർ ടൗണിൽ സമരവും നടത്തി. തുടർന്ന് അധികൃതർ സമരസ്ഥലത്തേക്ക് എത്തി പുനരധിവാസം വേഗത്തിലാക്കാമെന്ന് ഉറപ്പു നൽകി. കുടുംബങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. தொடர்ந்து வருஷம் மழை வரும்போதெல்லாம் எங்களை போய் கேம்பில் தான் இருக்க சொன்னாங்க. போன வருஷம் நாங்கள் கேம்பில் இருந்து போராட்டம் பண்ணும்போது எம்எல்ஏ வந்து ராஜா எம்எல்ஏ வந்து உங்களுக்கு இடம் கொடுக்குறோம், 3 மாசத்துல உங்களுக்கு இடம் கொடுக்குறோன்னு சொன்னாங்க. அப்பவும் இந்த அண்ணன் வந்து சொன்னாங்க, நீங்க எந்திக்காதீங்க, நீங்க போராடுங்க சொன்னாங்க. நீங்க போராடுங்க, நாங்க இருக்கோம் அப்படின்னு. கூட உள்ளவங்க யாருமே கேட்காம அந்த போராட்டத்தை நிப்பாட்டிட்டு எந்திச்சிட்டாங்க. இது வரைக்கும் மறுபடியும் மழை வரப்போது. இது வரைக்கும் எங்களுக்கு எதுவுமே கிடையாது. இங்க இருக்கிறவங்க யாருக்குமே புருஷன் கிடையாது. எல்லாருமே பிள்ளைகளை வச்சு கஷ்டப்படுறவங்க தான் நாங்க இருக்கோம். நாங்க மாசம் நாங்க கலெக்டருக்கு வந்து மனு கொடுக்குறோம், உங்களுக்கு ரெடியாக்கி தரோம். இது வரைக்கும் எங்களுக்கு எந்த இது ரெடி ஆகல. എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും തങ്ങൾക്ക് അധികൃതർ നൽകിയ വാക്ക് പാലിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം മൂന്നാർ MG നഗറിന് സമീപം സർക്കാർ ഭൂമിയിൽ 7 കുടുംബങ്ങൾ ഷെഡ് വെച്ച് താമസം തുടങ്ങിയത്. സ്ഥലത്തെത്തിയ സ്പെഷ്യൽ തഹസിൽദാറും സംഘവും സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ഷെഡുകൾ പൊളിച്ചു നീക്കി. ഷെഡുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കുടുംബങ്ങൾ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിന് പിന്തുണയുമായി BJP പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. വൻകിട കയ്യേറ്റങ്ങൾക്ക് മാത്രമാണ് റവന്യൂ അധികൃതർ അനുവാദം നൽകുന്നതെന്നും അതുകൊണ്ട് സമരം ശക്തമാക്കുമെന്നും BJP പ്രവർത്തകരും പ്രതികരിച്ചു. എല്ലാ വർഷവും ക്യാമ്പിൽ പോയി കിടക്കുന്ന 7 കുടുംബങ്ങളെയാണ് ഈ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP ശക്തമായി പ്രതികരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ 1 സെന്റ് ഭൂമി പോലും ഇല്ല എന്നുള്ള എല്ലാവിധ രേഖകളും അവരുടെ കൈവശമുണ്ട്. അവർക്ക് കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ഷെഡ് പൊളിക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അന്നത്തെ ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. ആ ദിവസം അവർ കിടന്നുറങ്ങിയത് ഒരു ജീപ്പിൻ്റെ അകത്താണ്. ഇന്നും അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാതെ, കൊച്ചിനെ തൊട്ടില് പോലും ഇല്ലാത്ത രീതിയിൽ ഈ ഷെഡ് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതേസമയം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് റവന്യൂ അധികാരികൾ. കേരള 1 മലയാളം, ഇടുക്കി.